Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് സ്പെഷ്യലായ പൊരിയുണ്ടേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പൊരിയുണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 5 ശർക്കര എടുത്ത് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 6 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് നല്ലതുപോലെ ശർക്കര പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചത് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 കപ്പ് പൊരി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് പഫില്ല, അതാണ് പൊരി. ഇനി ഇതിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശർക്കരയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ഈ ബോൾസിനെ മാറ്റി വെക്കാം. ഇനി കോട്ടിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 മുട്ട, ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് തേങ്ങാപ്പാൽ കുറച്ചായി ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്യാം. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടാകുമ്പോൾ ഓരോന്നായി ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിയുണ്ട നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിനെ ഓയിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. പിന്നെ ഇതുവരെയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കാനും മറക്കില്ലേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.